പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചതായ ഒരു പവർഫുൾ ക്വസ്റ്റ്യനാണ്. ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്കറിയാം, മനുഷ്യ സമൂഹത്തിന് പൊതുവായിട്ടുള്ളൊരു സ്വഭാവമുണ്ട്. അവരെവിടെ പോയിരുന്നാലും അവരുടെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. പള്ളിയിൽ പോയാലും ആരാധനയിൽ ഇരുന്നാലും പാട്ട് പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പ്രസംഗം കേൾക്കുമ്പോഴും അവരുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇല്ലെങ്കിൽ ഭാരമേറിയ വിഷയം അന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളാണ്. അന്ന് അടയ്ക്കേണ്ട ബില്ലിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. ഇല്ലെങ്കിൽ അന്ന് വാങ്ങേണ്ടതായ അവശ്യ സാധനങ്ങളെക്കുറിച്ചാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ വിഷയം അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ദൈവികമായ കാര്യങ്ങളെ അവരുടെ ജീവിതത്തിൽ പ്രാധാന്യമില്ലാതായി. ആരാധിക്കുന്നു, സത്യം. പ്രസംഗം കേൾക്കുന്നു, സത്യം. യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്നു, സത്യം. യേശു പറയുന്ന വൻകാര്യങ്ങളെ അവരും കേൾക്കുന്നു, പാടുന്നുണ്ട്, ആരാധന ഗംഭീരമായി നടക്കുന്നുണ്ട്, വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, കർത്താവിനെ സ്നേഹിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു. പക്ഷെങ്കിൽ ഹൃദയത്തിൽ ഏറ്റവും പ്രാധാന്യമായി നിൽക്കുന്നത് അതാത് ദിവസം നിനക്കുള്ള ആവശ്യത്തിൻ്റെ ആ വലിയ ബഹുത്വമാണ്. യേശു ശിഷ്യന്മാരോട് സംസാരിക്കുകയിൽ പല വൻകാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഒരു ദിവസം പറഞ്ഞു, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുവീനെന്ന് കർത്താവ് ഒരു ഉപമയിൽ കൂടെ അവരോട് പറയുകയുണ്ടായി. യേശു അവരോട് പറഞ്ഞത് സദൂക്യരും പരീശന്മാരും പിൻചെല്ലുന്ന ദുരുപദേശത്തെക്കുറിച്ചാണ്. അവർ ചിന്തിക്കുന്നതിലും വിഭിന്നമാണ് സ്വർഗം. അവർ ആശ്രയം അല്ലെങ്കിൽ അവർ അവലംബിക്കുന്നതിലും വളരെ വ്യത്യസ്തമാണ് നിത്യജീവന്റെ അല്ലെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സത്യമെന്നൊക്കെ യേശു ശിഷ്യന്മാരെയും ജനങ്ങളെയും പറഞ്ഞ് പഠിപ്പിച്ചും കൊണ്ടിരുന്നു. നമുക്കറിയാം, സദൂക്യർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നതേയില്ല, ദൈവദൂതന്മാരിൽ വിശ്വസിക്കുന്നില്ല. പരീശന്മാരാകട്ടെ പുനരുത്ഥാനമുണ്ടെന്നും സ്വർഗവും ദൈവദൂതന്മാരുണ്ടെന്നും ഒക്കെ വിശ്വസിക്കുന്നുവെങ്കിലും അവർ അവരുടേതായ ഉപദേശങ്ങൾ ദൈവത്തിൻ്റെ ഉപദേശത്തോട് കൂട്ടിച്ചേർത്ത് അവർക്ക് കൊണ്ടു നടക്കാവുന്ന രീതിയിൽ സൗകര്യപ്രദമായ ഉപദേശങ്ങൾ അവർ കെട്ടിച്ചമച്ചു. മാൻമെയ്ഡ് ഡോക്ട്രിൻ. സദൂക്യരാകട്ടെ അവർക്ക് ഉപദേശങ്ങളിൽ വിശ്വാസമേ ഇല്ല, എങ്കിലും ആലയത്തെയും ഭരണത്തെയും അവർ കൈയാളുകയാണ്. റോമ ഗവൺമെൻറ്റിനോട് അവർ ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്. അധികാരമോഹികളാണ്. അധികാരത്തിൻ്റെ ആ മോഹത്തിൽ കൂടെ അവർ ദൈവിക പ്രമാണങ്ങളെ അടിച്ചമർത്തി വാഴുകയാണ്. ഇങ്ങനെ രണ്ട് വിഭാഗം, യഹൂദന്മാരിലുള്ളതായ രണ്ട് വിഭാഗം ദൈവരാജ്യത്തിൻ്റെ ഉപദേശത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുമുള്ളതായ ശ്രേഷ്ഠത നഷ്ടപ്പെടുത്തി അവരുടേതായ രീതിയിൽ സഞ്ചരിക്കുന്നു എന്ന കാര്യം കർത്താവ് ശിഷ്യന്മാരോട് പറയുകയിൽ ശിഷ്യന്മാർക്ക് ഇതൊന്നും മനസ്സിലായില്ല. അവരുടെ ഹൃദയത്തിൽ പെട്ടെന്ന് അന്ന് കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച്, അപ്പത്തെക്കുറിച്ച് അവർ പെട്ടെന്ന് തമ്മിൽ പറയുകയാണ്. ഒരു പക്ഷെങ്കിൽ നമ്മൾ അപ്പം എടുക്കാതെ വന്നതുകൊണ്ടായിരിക്കാം കർത്താവ് ഇതൊക്കെ പറഞ്ഞത്. ഈ പുളിച്ച മാവിനെ കുറിച്ച്, ഇല്ലെങ്കിൽ കടയിൽ കിട്ടുന്ന മാവ് പുളിച്ച മാവായിരിക്കും. നമ്മൾ വീട്ടിൽ വച്ചിട്ട് പോകുന്നതായ അപ്പം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കർത്താവ് വർദ്ധിപ്പിച്ചതായ അപ്പത്തിൻ്റെ ബാലൻസ് നമ്മളവിടെ വെച്ചിട്ട് പോയി, നമ്മൾ കയ്യിലൊന്നും കരുതിയില്ലല്ലോ. ഒരു പക്ഷെങ്കിൽ കർത്താവ് അതുകൊണ്ടായിരിക്കാം പറഞ്ഞതെന്ന് അവരുടെ വ്യക്തിപരമായ നിസ്സാരമായ ചിന്താഗതി. വളർച്ചയില്ല. അവരുടെ മനസ്സിൽ എപ്പോഴും വിശപ്പിനെക്കുറിച്ച്, ദാരിദ്ര്യത്തെക്കുറിച്ച്, സമൃദ്ധിയെക്കുറിച്ച്, ഇല്ലായ്മയെക്കുറിച്ച്, ഇല്ലെങ്കിൽ ഭക്ഷണത്തെക്കുറിച്ച്, വസ്ത്രത്തെക്കുറിച്ച്, ഇത് മാത്രം അവരുടെ ചിന്ത. ഉപദേശം കേൾക്കട്ടെ, ആരാധിക്കട്ടെ, പാട്ടുപാടട്ടെ, കൺവെൻഷൻ നടക്കട്ടെ, പ്രസംഗങ്ങൾ നടക്കട്ടെ, അപ്പോഴും അവരുടെ ഹൃദയത്തിൽ അന്ന് വേണ്ടതായ അന്നടയ്ക്കേണ്ട ബില്ലിനെ കുറിച്ചാണ്, അന്നടയ്ക്കേണ്ടതായ കടത്തെക്കുറിച്ചാണ് ചിന്ത. അന്ന് കൊടുത്തു തീർക്കേണ്ടതായ പല വിഷയങ്ങളുമുണ്ട്, അന്ന് ചെയ്തു തീർക്കേണ്ടതായ പല വിഷയങ്ങളുമുണ്ട്. ഇതിനെക്കുറിച്ച് അവരുടെ ഹൃദയത്തിൽ
എന്തു പറഞ്ഞിരുന്നാലും അതിനോട് സാമ്യപ്പെട്ടു വരുന്ന ഒരവസ്ഥ. ഇതിനൊരു ചേഞ്ച് ഉണ്ടാകുവാൻ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? കഴിഞ്ഞ ദിവസം നിങ്ങൾ അപ്പത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങൾക്കറിയാം, മരുഭൂമിയിൽ കുറ്റിക്കാട്ടിൽ ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് 5 അപ്പം കൊണ്ട് 5000 പേരെ ഞാൻ പോഷിപ്പിച്ചില്ലേ? 12 കൊട്ട അപ്പം ബാലൻസ് എടുത്തില്ലേ? അതിനുശേഷം 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചില്ലേ? 7 കൊട്ട അപ്പം ബാലൻസ് എടുത്തില്ലേ? നിങ്ങളെ ഇല്ലായ്മയിൽ നിന്ന് അനുഗ്രഹിക്കുകയും നിങ്ങളെ പോഷിപ്പിക്കുകയും ബാലൻസ് മിച്ചം വരുത്തുകയും ചെയ്ത ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മറന്ന് സകല കാര്യങ്ങളിലും നിങ്ങൾ അപ്പത്തോടൊപ്പം ദൈവവചനത്തെ സാമ്യപ്പെടുത്തുന്നത് എന്ത്? ഉപജീവന ചിന്തകളാൽ നിങ്ങളുടെ ഹൃദയം എപ്പോഴും നിറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണമെന്താണ്? ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവീകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമുള്ളതായ ചിന്ത നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ വിഷയത്തിൽ പെട്ടെന്ന് കാലൂന്നി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ നിനക്ക് സകലതും കിട്ടും. നിന്റെ കൂടെ സഞ്ചരിക്കുന്ന യേശു ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുവാൻ കഴിയുന്നവനാണ്. വിശ്വാസത്തിൻ്റെ പ്രമാണം അവൻ നിന്നെ പഠിപ്പിച്ചു. നീ വിശന്നിരിക്കുന്ന കാലങ്ങളിലും മരുഭൂമിയിൽ നിന്നെ പോറ്റുവാൻ ശക്തനായ ദൈവം നിന്നോടൊപ്പം ഉണ്ട്. മരുഭൂമിയിൽ തൻ്റെ ജനത്തെ മന്ന കൊണ്ട് പോഷിപ്പിച്ച വിഷയത്തെക്കുറിച്ച് അവൻ നിന്നോട് സംസാരിച്ചു. അവൻ നിന്റെ മുൻപിൽ ചെയ്തു കാണിച്ചു. അല്പം കൊണ്ട് ദൈവം അധികം നിന്റെ മുൻപിൽ വരുമാറാക്കി ദാരിദ്ര്യത്തെ മാറ്റി നിന്റെ ഇല്ലായ്മയെ നിന്റെ മുൻപിൽ നിന്ന് തുടച്ചു നീക്കി യോഗ്യതയില്ലായിരുന്ന പല കാര്യങ്ങളിലും നിന്നെ യോഗ്യതയുള്ളവനാക്കി തീർത്തു. ദൈവ പൈതലല്ലാതിരുന്ന സ്ഥാനത്ത് നിന്നെ ദൈവ പൈതലാക്കി. നിന്നെ വിളിച്ചു, വേർതിരിച്ചു, കർത്താവിനോടൊപ്പം സഞ്ചരിക്കുവാനുള്ള ഭാഗ്യം നിനക്ക് തന്നു. അനേക അത്ഭുത പ്രവൃത്തികളെ നിന്റെ ജീവിതത്തിൽ കണ്ടു. സകലത്തിനും കർത്താവ് മതിയായവനാണെന്ന് നിന്നെ ഗ്രഹിപ്പിച്ചതിൻ്റെ കാര്യം ഈ ലോകത്തിൽ സംതൃപ്തിയുള്ള ഒരു ജീവിതം തരിക മാത്രമല്ല, ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായ മഹത്തായ ചിന്തയിൽ നിന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. കേവലം നമ്മൾ ഈ ഭൂമിയിൽ സംതൃപ്തിയുള്ളവരായി മാത്രം നീങ്ങുന്ന ഒരു ജീവിതമാണെങ്കിൽ അത് അർത്ഥമില്ലാത്ത ജീവിതമാണ്. കർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ കർത്താവിനോടൊപ്പം സഞ്ചരിച്ചത് കൊണ്ട് നമുക്ക് പ്രയോജനമില്ലാതായിപ്പോ. കർത്താവ് പറയുകയാണ്, സ്വർഗം സംസാരിക്കുകയാണ്, ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ ബദ്ധരാക്കി കളയുന്ന ആകുല ചിന്തകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ മനുഷ്യ സഹജമാണ്. നമ്മുടെ കുഴപ്പമല്ല. ഏതൊരു മനുഷ്യർക്കും ഉള്ളതുപോലെ നമ്മളിലും ആ സ്വഭാവം കുടിവാഴുന്നു. എന്നാൽ യേശുവിനോടൊപ്പം സഞ്ചരിക്കുവാൻ അവസരം കിട്ടിയ ജനങ്ങൾക്ക് അവരിൽ ഒരു വ്യത്യാസമുണ്ടാകണം. കാരണം അവർ കർത്താവ് ചെയ്യുന്നതിനെ കണ്ടു. കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ കയ്യിലുള്ളത് കൊടുത്തപ്പോൾ കർത്താവ് വർദ്ധിപ്പിച്ചത് കണ്ടു. കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളെ അവരുടെ ജീവിതത്തിൽ കണ്ടു. മാറാ രോഗത്തിൽ നിന്ന് അനേകം പ്രാവശ്യം വൈദ്യന്മാരാൽ സൗഖ്യമാക്കാൻ കഴിയാത്തതായ അനേക വേദനകളെ നിന്റെ ജീവിതത്തിൽ കർത്താവ് സൗഖ്യമാക്കി. നീ വിളിച്ചപേക്ഷിച്ചപ്പോൾ നിനക്ക് ഉത്തരമരളി, നിന്നെ താങ്ങി നടത്തി, ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് നിന്നെ വിടുവിച്ചു, നിന്നെ പരിപാലിച്ചു. എത്ര അത്ഭുതകരമായ പ്രവൃത്തി ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. പ്രിയരെ, ദൈവം ചെയ്തതായ അത്ഭുത പ്രവൃത്തികളിൽ നാം നമ്മുടെ ദൃഷ്ടിയെ വയ്ക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. നാം എപ്പോഴും നമ്മുടെ വിഷയം, എപ്പോഴും നമ്മൾക്ക് വേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ഈ ഭൂമിയിലെ ക്രിസ്തീയ ജീവിതം കൊണ്ട് നമുക്കൊന്നും പ്രയോജനപ്പെടുവാൻ സാധ്യമാകുന്നില്ല. നമ്മുടെ ആത്മരക്ഷ നമുക്ക് പ്രാപിക്കാൻ കഴിയാതെ വരുന്നു. കർത്താവ് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ, കർത്താവ് നീതിയെക്കുറിച്ച് പറയുമ്പോൾ, കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വാസ്തവമായ അർത്ഥത്തിൽ കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് സകലതും നമുക്ക് ലഭ്യമാകുന്ന ഒരു വിശ്വാസ മാർഗത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുവാൻ കർത്താവ് നമുക്ക് അവസരം ഒരുക്കി തരുന്നത്. അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ടാണ് ദൈവം പറയുന്നത്, എൻ്റെ നീതിമാൻ അവൻ വിശ്വാസത്താൽ ജീവിക്കും. കാരണം അവൻ്റെ വിശ്വാസത്തിൻ്റെ ആ ദൃഷ്ടി മുഴുവനും
ദൈവരാജ്യത്തിലും അവന്റെ നിത്യജീവനിലും അവന്റെ തലമുറയും അങ്ങനെ തന്നെ ആ നിത്യജീവനെ കുറിച്ചുള്ളതായ ഒരു പ്രത്യാശയിൽ ആയിരിക്കണമെന്നുള്ളൊരു ചിന്ത അവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇയ്യോബിന്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കാം. ഇയ്യോബ് തൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും നോക്കിയപ്പോൾ അവർ ഓരോ ദിവസവും താന്താന്റെ ഭവനത്തിൽ അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ പാർട്ടികൾ നടത്തുകയും അല്ലെങ്കിൽ ഭക്ഷണപാനീയങ്ങളെല്ലാം ഒരുക്കുകയും തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക പതിവായിരുന്നു. എന്നാൽ ഇയ്യോബ് താനും ദൈവത്തോട് സംസാരിക്കുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ കാവലിനെ കുറിച്ചും അവൻ്റെ സൂക്ഷിപ്പിനെ കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന ഇയ്യോബ് അവൻ്റെ മനസ്സിൽ ചിന്തിച്ചു, ഒരു പക്ഷെങ്കിൽ എൻ്റെ പുത്രന്മാർ പാപം ചെയ്തു കാണുമായിരിക്കാം. ദൈവത്തോട് അവർ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ദൈവത്തിൻ്റെ സൂക്ഷിപ്പിനെ കുറിച്ച് അവർക്കില്ലാത്തവരായിരുന്നിരിക്കാം. അതുകൊണ്ട് ഇയ്യോബ് എന്താണ് ചെയ്തതെന്നറിയാമോ? അവരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്. അവരുടെ പേരിൻ്റെ സംഖ്യയ്ക്ക്, അവരുടെ ആളിൻ്റെ സംഖ്യയ്ക്ക് അതിനനുസരിച്ചവണ്ണം ഇയ്യോബ് ഹോമയാഗത്തെ ദൈവസന്നിധിയിൽ അതിനായിട്ട് ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. തൻ്റെ പുത്രന്മാരുടെ തെറ്റുകളെ കണ്ടതിന് ശേഷം അതിനുള്ളൊരു ഹോമയാഗം അർപ്പിക്കുകയല്ല, അഡ്വാൻസ് ആയിട്ട് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരനുഭവം, വിശ്വാസത്തിൻ്റെ മാർഗം, ദൈവഭയത്തിൻ്റെ മാർഗം, ദൈവത്തോടുള്ളതായ ബന്ധം എങ്ങനെ പുലർത്താമെന്ന് ഒരു മാതൃക തൻ്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും കാണിച്ചു കൊടുക്കുന്നതായ ഒരു നീതിമാനായ ഒരു മനുഷ്യൻ്റെ ചരിത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മോട് ചോദിക്കുവാൻ ഒരു ചോദ്യം. അനേകം പ്രാവശ്യം നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ആരാധിക്കാനിരിക്കുമ്പോഴും നിന്റെ മനസ്സിനെ തിന്നുകളയുന്നതായ ആ വിഷയങ്ങളൊക്കെയും നിന്റെ വ്യക്തിപരമായ ചിന്തയാണ്. നിന്റെ രോഗം, നിന്റെ ഭാരം, നിന്റെ ആവശ്യങ്ങൾ, നിന്റെ കടങ്ങൾ, നിന്റെ ബലഹീനതകൾ, നിന്റെ താഴ്ചകൾ, നിനക്ക് കടന്നുകൂടുവാൻ അല്ലെങ്കിൽ മറികടക്കുവാൻ കഴിയാത്തതായ അനേക ആ പാതകൾ അല്ലെങ്കിൽ ആ സമുദ്രങ്ങൾ, ആ തടാകങ്ങളൊക്കെയും നീ മനസ്സിൽ ഭാരപ്പെട്ട് നീ പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ പുറകെ നീ നടക്കുന്നുണ്ട്, ആരാധിക്കുന്നവനാണ്, സത്യമുള്ളവനാണ്, നീതിമാനാണ്, കാര്യം ശരിയാ. പക്ഷെങ്കിൽ ഈ ഭാരം നിന്നിൽ നിന്നൊന്നും മാറുന്നില്ല. കർത്താവ് ചോദിക്കുകയാണ്, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് എത്ര കൊട്ട ബാക്കിയെടുത്തു? നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വിചിന്തനം, നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ, ദൈവം നാം വിളിച്ചപേക്ഷിച്ചപ്പോൾ അവൻ നമ്മുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിൽ കാണിച്ചതായ സൂക്ഷിപ്പ്, പരിപാലനം, നമ്മുടെ ഭവനത്തിന് വേണ്ടി ചെയ്തത്, മറ്റുള്ളവരുടെ ഇടയിൽ ദൈവം നമ്മെ മാനിച്ചതായ വിധങ്ങൾ, ഇതൊക്കെ നാം ഉയർത്തിപ്പാടുമ്പോൾ, അവന്റെ സന്നിധിയിൽ ശ്രേഷ്ഠമെന്ന് ചിന്തിക്കുമ്പോൾ, ഈ ലോകത്തിലെ ആകുല ചിന്തകളെക്കാൾ കൂടുതൽ ദൈവം നിന്നെ നടത്തിയതായ വഴികളെ കുറിച്ച്, നിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചുള്ള ഒരു ധ്യാനം, അത് നിന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നു, ദൈവരാജ്യത്തോട് അടുപ്പിക്കുന്നു. ദൈവരാജ്യത്തിനും സ്വർഗരാജ്യത്തിനും യോഗ്യതയുള്ള സന്തതിയായി നിന്നെയും നിന്റെ തലമുറകളെയും രൂപാന്തരപ്പെടുത്തുന്നു. ഇതാണ് കർത്താവിന് ആവശ്യം. ഇതാണ് സ്വർഗം നമ്മളിൽ നിന്ന് ഉറ്റുനോക്കുന്നത്. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം നാം ശ്രവിക്കുമ്പോൾ നമ്മുടെ അന്തരംഗങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നത്, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? നിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് ഒരിക്കലും ആരാലും പ്രവർത്തിക്കാൻ സാധിക്കാത്ത പല ആ വലിയ അർദ്ധരാത്രിയുടെ സമയത്ത്, കഷ്ടതയുടെ സമയത്ത്, ആരും സഹായികളായില്ലായിരുന്ന സ്ഥാനത്ത് കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞതായ ദൈവത്തിന്റെ മഹൽ പ്രവൃത്തിയെ ഒരിക്കൽ കൂടെ ഓർക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.